എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ ആത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഗ്രഹീതമായ കൂട്ടായ്മ നമുക്ക് തന്നുവെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യും. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദേവദാസനായ പൗലോസിന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് പകർന്ന ഒരാഴമായ ദർശനമാണ് ഈ വാക്യങ്ങൾ. പൗലോസിന്റെ ദമസ്കസ് അനുഭവം നമുക്കറിയാം. ആ ദമസ്കസ് അനുഭവം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു ദൈവിക സന്ദർശനമാണ്. ആ കാലഘട്ടത്തിൽ തത്തുല്യമായ ഒരു ആത്മീക സമാഗമം വേറെ ആർക്കും ലഭിച്ചില്ല. അത് പൗലോസിന് ലഭിച്ചു. ദമസ്കസ് അനുഭവം കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്നതെന്നാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ അത്ഭുതകരമായ ഒരു കൂടിക്കാഴ്ച പൗലോസിന് സംഭവിച്ചിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞു. യൂദയുടെ ഭവനത്തിനകത്തെ പ്രാർത്ഥന, അനനിയാസിന്റെ കൈവപ്പ്, മരുഭൂമിയിലേക്കുള്ള സഞ്ചാരം, വെളിപ്പാടുകളുടെ പ്രാപനം, 3-ാം സ്വർഗത്തോളമുള്ള എടുക്കപ്പെടൽ, ഇതെല്ലാം ഈ 30 വർഷത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ 30 വർഷം കൊണ്ട് സംഭവിച്ചത് ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ, ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന ആത്മീകന്റെ നിലവാരം ഭയങ്കര ഉയർച്ചയില്ല. അത് ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിലെല്ലാം നമ്മൾ കാണുന്നത് പൗലോസ് എന്ന് പറഞ്ഞ ആത്മമനുഷ്യന്റെ ഭയങ്കരമായ ജയത്തിന്റെ കാഴ്ചകൾ. പ്രാർത്ഥനാ ജീവിതം, വെളിപ്പാടുകളുടെ അനുഭവം, ആത്മീകമായ ബന്ധങ്ങളുടെ ക്രമം, ഇതെല്ലാം പൗലോസിൽ ഈ ലേഖനം എഴുതുമ്പോൾ ഭയങ്കര ഉയരത്തിലാണെന്നുള്ളത് വിസ്മരിക്കരുത്. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന നാം. 3 കാര്യങ്ങൾ. ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, ക്രിസ്തുയേശുവിലാണ് പ്രശംസിക്കുന്നത്, ആത്മാവിലാണ് ആരാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എവിടുന്നാ നോക്കിയേ? ദമസ്കസിന് ശേഷമുള്ളതാണ്. ഇനി ദമസ്കസിന് മുൻപോട്ടുള്ളത് നോക്കിയാലോ? അതാണ് പൗലോസ് പറയുന്നത്, 8-ാമത്തെ ദിവസം പരിച്ഛേദന.
ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായർ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യം, ന്യായപ്രമാണത്തിന്റെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. ദമസ്കസിന് മുൻപ് ഒരു മതഭക്തൻ, ദമസ്കസിന് ശേഷം ഒരു നല്ല ആത്മമനുഷ്യൻ, ഇല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ജനിച്ച 8-ാം ദിവസം. അപ്പൊ രണ്ട് കാര്യങ്ങൾ തിരുവഴുത്തിൽ നിന്ന് വ്യക്തമാണ്. ദമസ്കസിന് മുൻപുള്ള ശൗലിന്റെ ആത്മീയ നിലവാരം, ദമസ്കസിന് ശേഷമുള്ള ആത്മീയന്റെ വളർച്ച. ഇനി ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ മനുഷ്യന്റെ സ്ഥിരത കിടപ്പുണ്ട്. എന്താ പൗലോസ് പറഞ്ഞത് അറിയാവോ? എന്റെ കഷ്ടങ്ങൾ, എന്റെ ബന്ധനങ്ങൾ, എന്റെ സ്ഥിരീകരണങ്ങൾ, എന്റെ പ്രതിവാദങ്ങൾ, ഇവിടെയെല്ലാം ഞാൻ നിങ്ങളെ എന്റെ ഹൃദയത്തിൽ വഹിച്ചു. ഞാൻ നിങ്ങളെ എന്റെ ഹൃദയത്തിൽ വഹിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ എല്ലാം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചു. ആമേൻ. പൗലോസ് പറഞ്ഞത്, എന്റെ കഷ്ടങ്ങളിലും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷം നിമിത്തമുള്ള പ്രതിവാദങ്ങളിലും എന്റെ സ്ഥിരീകരണങ്ങളിലും ഞാൻ നിങ്ങളെ എല്ലായ്പ്പോഴും എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. അതിനകത്ത് പ്രതിവാദങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ച് പൗലോസ് വേറൊരിടത്ത് പറഞ്ഞെന്താണെന്നറിയാമോ? എന്റെ പ്രതിവാദങ്ങളിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ആരും, ഒരു മനുഷ്യൻ പോലും തുണ നിൽക്കുന്നില്ലെന്ന് പൗലോസിന് ബോധ്യമായ സാഹചര്യങ്ങളിലൂടെ പൗലോസ് കടന്നു പോയപ്പോഴും പൗലോസ് പറഞ്ഞു, എന്നിട്ടും ആ സമയത്തും നിങ്ങളെ എന്റെ ഹൃദയത്തിൽ ഞാൻ വഹിച്ചു. ആ വാക്യങ്ങൾ എന്തുവാ സൂചിപ്പിക്കുന്നത് അറിയാമോ? പൗലോസിലെ പ്രാർത്ഥനയുടെ സ്ഥിരത. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ആകയാൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണും. അപ്പൊ നമ്മളാരും പ്രാർത്ഥിക്കുന്നില്ലെന്ന് നമുക്ക് അഭിപ്രായമില്ല. പിന്നെ എന്താ നമ്മുടെ പ്രശ്നം? പ്രാർത്ഥനയുടെ ബാക്കി പറഞ്ഞു പൂർണ്ണ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥിരതയെ ഇപ്പൊ തീരുമാനിക്കുന്നത്. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥനയുടെ സ്ഥിരതയെ തീരുമാനിച്ചത് സാഹചര്യങ്ങളല്ല, കൃപയാണ്. ആമേൻ. അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് ഒരു പകർച്ചയുണ്ട്. ആമേൻ. ഈ ദൂതിനകത്ത് ഒരു പകർച്ച കിടപ്പുണ്ട്, ഒരു അഭിഷേകം. എന്തഭിഷേകം? ഈ മനുഷ്യനെ ജയാളിയാക്കി തീർത്ത ഒരു കൃപ. എന്തിനാണ് നമ്മൾ ഈ ദൂത് ഇങ്ങനെ ധ്യാനിച്ചു പോകുന്നതെന്ന് ചോദിച്ചാൽ, അതിന്റെ അർത്ഥം ആ ഒരു പകർച്ചയില്ലേ, ആ പൗലോസിനെ ജയിപ്പിച്ചു നിർത്തിയ ഒരു കൃപയില്ലേ, ഇല്ലേ, അത് ഇന്ന് രാത്രി നമുക്ക് വേണം. ആമേൻ.
പൗലോസ് വിശ്വസിച്ച അതേ യേശുവിനെ അല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലേ? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? പൗലോസ് പ്രാപിച്ചതുപോലെയുള്ള അഭിഷേകമല്ലേ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ പൗലോസിന് ലഭിച്ച ജയം തന്നെ നമുക്ക് ലഭിക്കും. അത് സാധ്യമാണെന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ്. കാരണം പൗലോസ്, അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പോലും പൗലോസ് പറയുന്നത്, അവൻ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ, നിനക്ക് ലഭിച്ച, നിനക്ക് പ്രവചനത്താൽ നിനക്ക് ലഭ്യമായ അവൻ ദൂത് നിമിത്തം ഞാൻ നിന്നെ ഈ ആജ്ഞ ഫലമേൽപ്പിക്കുന്നു, നല്ല മനസാക്ഷിയും വിശ്വാസവും നിറഞ്ഞവനായി യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയാണോ ആത്മമണ്ഡലത്തിൽ ജയാളിയായി നിന്നത് അതുപോലെ നീയും ഈ തലമുറയിൽ ജയാളിയായി നിൽക്കണം. അത് പൗലോസിന് മാത്രം അർഹതപ്പെട്ട ജയമല്ല. വിശ്വസിക്കാൻ മനസ്സു വച്ചാൽ ഇതുപോലെയുള്ള ജയം ഇന്ന് രാത്രി നമ്മുടെ മേലും പകരാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുൻപത്തെ പ്രാവശ്യം വന്നപ്പോൾ ഓർപ്പിച്ച ഒരു കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുതിയ ചില മുഖങ്ങൾ ഉള്ളത് കൊണ്ട് ആ വാക്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട് ഞാൻ ഓർപ്പിക്കാം. ഈ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ള ആ വാക്യമില്ലേ, അത് സർവ്വസാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇനി എൻ്റെ ഒരു പ്രസംഗമല്ല, വിജയാഞ്ജൽ അങ്ങനെ പ്രസംഗിച്ചു എന്ന് പറയാതിരിക്കാൻ എൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് മരിച്ച പൗലോസിന്റെ ഡെഡ് ബോഡി കിടത്തിയപ്പോൾ അതിന്റെ തലയ്ക്കൽ വന്ന് തിമോത്തിയോസ് പറഞ്ഞ അനുശോചന പ്രസംഗത്തിന്റെ വാക്യമാണ് അത്. അല്ലല്ലോ, അല്ല. പിന്നെ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ പാസ്റ്റർ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ അടുത്ത തലമുറയോട് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ അതിന്റെ ആശയം തിമോത്തിയോസെ ജീവിച്ചിരിക്കുമ്പോൾ അഭിമാനത്തോടെ ഇത് പറയത്തക്ക തരത്തിൽ നീ ആത്മാവിൽ സഞ്ചരിക്കും. നമ്മൾ കാണുന്നത് പ്രിയരേ വിട, പിന്നൊരു പടം, അതിന്റെ താഴെ ഞാൻ. പ്രിയരേ വിട പറയുന്ന ആൾക്കൊരു ജീവനും കൊടുത്ത് ശ്വാസവും കൊടുത്ത് ആ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഉയർപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ ചോദിക്കുക, ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ആ വചനയില്ലേ, അത് ജീവിച്ചിരുന്നപ്പോ വായിച്ചിട്ടുണ്ടോ? അതിന്റെ റെഫറൻസ് അറിയാവോ? വല്ല പോരും പൊരുതിയായിരുന്നോ? ഓട്ടം വല്ലതും തികച്ചോ? വിശ്വാസം വല്ലതും കാത്തോ? അപ്പൊ പൗലോസ് ഇത് പറയുന്നത് ഈ 3 തലത്തിൽ പൗലോസ് ജയിച്ചില്ലേ? പൗലോസ് ജയിച്ചെന്ന് പൗലോസ് അഭിമാനത്തോടെ പറയുമല്ലേ, ഞാൻ നല്ലതുപോലെ യുദ്ധം ചെയ്തു. അപ്പൊ എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ട് ഇത്രയും ലേഖനങ്ങൾ നമുക്ക് ദൈവം തന്നത് എന്ന് ചോദിച്ചാൽ, തത്തുല്യമായ ഒരു ജയത്തിന്റെ അനുഭവത്തിൽ ദൈവകൃപയാൽ നമ്മൾ സഞ്ചരിക്കണം. അപ്പൊ ഫിലിപ്പിയ ലേഖനം മാത്രം എടുത്താൽ, 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, ആ 1-ാമത്തെ അധ്യായത്തിനകത്ത് പൗലോസ് ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകയാത്മാവിനാൽ നിലനിന്ന് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ സുവിശേഷത്തിന്റെ വിശ്വാസനത്തിന് ഒത്തവണ്ണം പോരാട്ടം കഴിപ്പിൻ. നിങ്ങൾ എന്നിൽ കണ്ട അതേ പോരാട്ടം എന്ന് പറയുന്ന പൗലോസിന്റെ വാചകത്തിനകത്തെ അർത്ഥം എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി
എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ആദ്യ വിശ്വാസത്തെ അവസാനത്തോളം മുറുകെ പിടിക്കാൻ ആവശ്യമായ എല്ലാവിധമായ ആത്മയുദ്ധങ്ങളും ചെയ്ത് നിൽക്കുന്ന പൗലോസിനെയാണ് ഫിലിപ്പിയർ 1 രണ്ടാമത് നമ്മൾ കാണുന്നത്. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പൗലോസ് എന്ന് പറഞ്ഞ ആത്മീകന്റെ പ്രാർത്ഥനാ ചെങ്ങലയുടെ ശക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നല്ല ബന്ധങ്ങൾ, നല്ല പടയാളികളെ പോലെ നിൽക്കുന്ന പ്രാർത്ഥനാ സഹകാരികൾ, ഇതെല്ലാമാണ് 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലോട്ടൊക്കെ വരുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, ക്രിസ്തുവേശുവിലാണ് പ്രശംസിക്കുന്നത്, ഞാൻ ആത്മാവിലാണ് ആരാധിക്കുന്നത് എന്നെല്ലാം പറയുന്ന 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു, വിജയിച്ച ഒരു ദൈവദാസൻ അല്ലേ, നമുക്ക് അഭിമാനം തോന്നുന്ന തരത്തിൽ നിൽക്കുന്ന ദൈവദാസൻ. ഇതിങ്ങനെ ചിന്തിച്ച് തീരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ പുള്ളി പറയുന്നു, എനിക്ക് ക്രിസ്തുവേശുവിനെ നേടേണ്ടതിന്. ഇപ്പോഴെന്താ പുള്ളി പറയുന്നേ? എനിക്ക് ക്രിസ്തുവേശുവിനെ നേടേണ്ടതിന്. അപ്പൊ ഇതുവരെ നേടിയില്ലേ? ഇത്രയും വിജയകരമായ ആത്മീക ജീവിതത്തിന്റെ പടവുകൾ ഇങ്ങനെ കയറി നിൽക്കുന്ന ഹേ ദൈവദാസ, നിങ്ങൾ 3:9 പറയുന്ന എനിക്ക് ക്രിസ്തുവേശുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, യേശു ക്രിസ്തുവിങ്കലെ വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാമോ എന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ചവറ എന്നെണ്ണുന്നു എന്ന് 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഈ 30 വർഷത്തെ ആത്മീക ജീവിതത്തിന്റെ ഉയർന്ന നിലവാരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോയിട്ടും എനിക്ക് ക്രിസ്തുവേശുവിനെ നേടണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിച്ച ആത്മീകമായ ദർശനത്തിന്റെ ആഴം എത്ര ഭയങ്കര. അതാണ് ഞാൻ പറഞ്ഞത്, ജയാളിയാക്കുന്ന ഭയങ്കര ഒരു ദൂതിന്റെ പകർച്ച ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് കിടപ്പുണ്ടെന്ന് വെച്ചാൽ, അത് വായിച്ചും ധ്യാനിച്ചും ഇങ്ങനെ പോകുമ്പോൾ ദൈവമേ എങ്ങും എത്തിയില്ലയോ എന്ന് നമ്മൾ കർത്താവിനോട് ചോദിച്ചു പോകും. എങ്ങും എത്തിയില്ലയോ ഇതുവരെ? ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? ഇനി ഒരുപാട് പ്രാപിക്കാനുണ്ടോ? പൗലോസ് പറയുന്നുണ്ടോ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല എന്ന് പൗലോസ് പറയുമ്പോൾ അതിന് തൊട്ടു മുൻപ് എന്താ പൗലോസ് പറഞ്ഞതെന്ന് അറിയാവോ? ന്യായപ്രമാണം സംബന്ധിച്ച് 3 കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു. ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ദൈവവചനപ്രകാരം മാത്രം ജീവിക്കാൻ വളരെ ശക്തമായ തീരുമാനമെടുത്ത് വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ. ന്യായപ്രമാണത്തിന്റെ